ഞാൻ റിസൈൻ ചെയ്തു, നാട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ജർമ്മൻ പഠിക്കാൻ പോവാണ്. ഫിനാൻഷ്യൽ ക്രൈസിസ് അത് കണ്ട് ജിസ്മിൻ സാർ സ്റ്റൈപ്പൻഡും ഒരു കൊല്ലം നല്ല രീതിയിൽ നല്ല റിസൾട്ട് ഇതിന്റെ എൻ്റെ പേര് നിമ്മി. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഖത്തറിലെ വർക്ക് ചെയ്തിരുന്നേ. ഞാൻ ഫേസ്ബുക്ക് വഴി ഒരു ആഡ് കണ്ടു. ആഡിൽ ലക്സംബർഗിലോട്ട് സ്റ്റാഫ് നഴ്സിന് വിളിക്കുന്നുണ്ട് എന്നായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഗൂഗിളിൽ ആകാംക്ഷയോട് നോക്കി ലക്സംബർഗ് ഏത് കൺട്രിയാണ്, എങ്ങനെയാണ് അവിടെയെന്ന്. അപ്പം ലക്സംബർഗ് നോക്കിയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഒന്നും കൂടിയും റിസർച്ച് ലാംഗ്വേജസിനെ പറ്റി നോക്കി. അങ്ങനെയാണ് ജർമ്മൻ ഭാഷയാണ് ഒരുവിധം കൺട്രീസിൽ ആക്സെപ്റ്റഡ് ആണെന്ന് മനസ്സിലായത്. അങ്ങനെ പിന്നെ ഞാൻ ജർമ്മൻ പഠിക്കാനുള്ളത് നോക്കിയപ്പോഴാണ് ലാൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ഫേസ്ബുക്ക് വഴി കണ്ടുപിടിച്ചത്. നാട്ടിൽ വെച്ച് തന്നെ ജർമ്മൻ പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ കോൾ ചെയ്യാണ്. അവളോട് ഞാൻ പറയാണ്, ഞാൻ റിസൈൻ ചെയ്തു, നാട്ടിലോട്ട് വന്നിട്ടുണ്ട്, ഞാൻ ജർമ്മൻ പഠിക്കാൻ പോവാണ്. അപ്പം അവൾ ഒമാനിലായിരുന്നു. അങ്ങനെ അവളോട് പറഞ്ഞപ്പോൾ, നീ ഒരു കാര്യം ചെയ്യും, നീ അവിടെ ഓൺലൈൻ പഠിക്കും, ഞാനിവിടെ നാട്ടിലും പഠിക്കാം, അതായത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ജർമ്മനിയിൽ പോകാം. ഇതായിരുന്നു ഞങ്ങളുടെ എയിം. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ലാൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് പോകുന്നു, കൊച്ചിയിലേക്ക് പോകുന്നു. പിന്നെ അവരുടെ എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു. എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് സ്റ്റെഫീന മേനോൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാം പറഞ്ഞു തന്നു. ഈവൻ A1 മുതൽ B2 വരെയുള്ള കോഴ്സിനെ പറ്റിയിട്ട്, എക്സാമിനെ പറ്റി, ജിയോത്ത, ടെൽക്ക്, ഇത് എക്സാമുകളെ പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് ഒരു 2025 ഡിസംബർ 5 ഞങ്ങൾക്ക് A1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ സാറ് അവിരാൽ സാറാണ്. സാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയാണ് ഏറ്റവും നല്ല ഭാഗ്യമാണ് അവിരാൽ സാറ്. ഈ ലാൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയതും ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്. ഞങ്ങൾക്ക് കിട്ടിയ സാറും നല്ലൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾക്ക് നന്നായി ക്ലാസ് പറഞ്ഞു തരുന്നുണ്ട്. ഈവൻ എന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും സാറ് ഭയങ്കര ഡിഫറെൻറ്റ് വേ ഓഫ് ടീച്ചിങ് ആണ് സാറിൻ്റെ. സാധാരണ ഒരു ടീച്ചേഴ്സ് പോലെ ബോർഡിൽ എഴുതോ അല്ലെങ്കിൽ കുട്ടികൾക്ക് നന്നായി അങ്ങനെ പറഞ്ഞു കൊടുക്കുകയല്ല. സാറ് ഓരോ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡിഫറെൻറ്റ് വേയിലൂടെയാണ്. ഇപ്പോൾ ഒരു ഈവൻ ആർട്ടിക്കിൾ ആണെങ്കിൽ കൂടി ആ ആർട്ടിക്കിൾ എങ്ങനെ നമുക്ക് വന്നു, ജർമ്മനിൽ എത്ര ആർട്ടിക്കിൾ ഉണ്ട്, ഇതൊക്കെ പറഞ്ഞു തരാൻ സാറിന് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അതുപോലെ വൊക്കാബ് ആണെങ്കിലും സാറ് ഞങ്ങൾക്ക് ഡാൻസ്, പാട്ട് ഇത് വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് വൊക്കാബ് പറഞ്ഞു തരുന്നത്. അതൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഒരു പ്രതീക്ഷ സാറിലാണ്.